ഏതായാലും ഇത് ഉഷാറായിക്കണം. വീഡിയോകൾ മൊത്തം കാണാം. ചുരുക്കി പറഞ്ഞാലേ നമ്മുടെ നാട്ടിൽ ദിനം പ്രതി ഇത്തരത്തിലുള്ള കേസുകൾ ഇങ്ങനെ കൂടി വരികയാണ് അല്ലേ. ഇപ്പൊ ഇതാണ് ട്രെൻഡ്. കേരളത്തിലെ ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഇതൊക്കെയാണ് ട്രെൻഡ്. ചുരുക്കി പറഞ്ഞാല് നിങ്ങൾക്ക് ഇതുപോലുള്ള അവസരങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള മോശമായ പ്രവർത്തനങ്ങൾ നേരിട്ടാൽ നിങ്ങൾ അന്നേരം പ്രതികരിക്കാതെ ഇരിക്കുന്നത് കൊണ്ട് വലിയ മാറ്റമില്ല. ഇതേപോലെ നല്ല ധൈര്യത്തോടെ അന്നേരം പ്രതികരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. നിങ്ങൾ എന്തുകൊണ്ട് അന്നേരം പ്രതികരിക്കുന്നില്ല? ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും മോശമായ രീതിയിൽ പെരുമാറുമ്പോൾ അത് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് ഇങ്ങനെ കുത്തിരിക്കുക. എന്നിട്ട് അത് പിന്നീട് നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് വൈറലാവാം എന്ന ഉദ്ദേശത്തിലൊക്കെയാണ് ഒരുപാട് ആൾക്കാർ അന്നേരം പ്രതികരിക്കാതെ ഫോട്ടോയും വീഡിയോസും എടുത്ത് ഇങ്ങനെ കുത്തിരിക്കും. ഇങ്ങനെ ചെയ്യുന്ന കാലത്തോളം ഇത്തരം മോശമായ പ്രവൃത്തികൾ ചെയ്യുന്ന ആൾക്കാർ എന്താ ചെയ്യാൻ പോണത്? അവരത് തുടരുക തന്നെ ചെയ്യും അല്ലേ. അന്നേരം പ്രതികരിക്കുക, അന്നേരം നാലാൾക്കാർ കണ്ട് പ്രതികരിച്ച് അപ്പം അവിടെ തീരുമാനം ഉണ്ടാവും. പിന്നെ വല്ല തെളിവുകളോ നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോകുക, അങ്ങനെയും ചെയ്യാം. അല്ലാതെ നിങ്ങൾ അന്നേരം പ്രതികരിക്കാതെ പിന്നീട് പ്രതികരിക്കാമെന്ന് മാറ്റി വെച്ചാൽ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാർ അത് തുടർന്ന് ചെയ്യുള്ളൂ. അവർക്കതിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. ഇത് ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റോ? നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾ അന്നേരം പ്രതികരിക്കുക. എന്നാലേ ഇത്തരം മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് അതിലൊരു മാറ്റം ഉണ്ടാവൂ എന്നത് സത്യമാണ്. ഏതായാലും ഇനിയുള്ള കാലം എന്ന് പറഞ്ഞാൽ ജീവിച്ച് പോവാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഏതായാലും ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ദിനം പ്രതി കൂടി വരികയാണ്. പ്രത്യേകിച്ച് യാത്രകൾ ചെയ്യുമ്പോഴാണ് ഇതുപോലത്തെ പ്രവർത്തനങ്ങൾ, മോശമായ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ഒരുപാട് നേരിടേണ്ടി വരുന്നത്. സ്ത്രീകൾക്ക് എന്നല്ല, പുരുഷന്മാരും എല്ലാവരും ഇന്നത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ടോടെ ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ആരായാലും ശരി ഏത് സമയത്തായാലും ശരി ഇത്തരത്തിൽ മോശമായ പ്രവർത്തികൾ വല്ലതും നേരിടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്നേരം പ്രതികരിക്കുക. എന്നാലേ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവാൻ ഒരു കാരണം ഉണ്ടാവുള്ളൂ. എന്നാലേ അതിലൊരു മാറ്റം ഉണ്ടാവുള്ളൂ. അതാണ് അതിൻ്റെ സത്യം. നിങ്ങളും കൂടി വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു മാസത്തിനുള്ളിൽ എത്ര കേസുകളാണ് നമ്മുടെ നാട്ടിൽ കണ്ടത്? പ്രത്യേകിച്ച് ഇപ്പം നാട്ടിലെ ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലത്തെ ട്രെൻഡ്. അപ്പോൾ നിയമപരമായിട്ട് നല്ല ശിക്ഷ തന്നെ കിട്ടണം. എന്നാൽ ചെറിയ ശിക്ഷ 2 ആഴ്ച 3 ആഴ്ച കൊണ്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുക, അതിലൊരു കാര്യമില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടാവേണ്ട നിയമം ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് വീണ്ടും ധൈര്യം കൂടുകയോ ചെയ്യുള്ളൂ. അപ്പോൾ ശക്തമായ നിയമവും വരണം അതിൻ്റെ കൂടെ. ഏതായാലും നിങ്ങൾ അന്നേരം പ്രതികരിക്കണം, അതിലെ കാര്യമുള്ളൂ. വിലപ്പെട്ട അഭിപ്രായങ്ങൾ, നിങ്ങളൊക്കെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ട് കാണുമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഏതായാലും ഞാൻ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലേ? നിങ്ങളും കൂടിയും നല്ലൊരു അഭിപ്രായം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.